ഇടപെടുന്നത്. കുടുംബത്തെ അവര് എല്ലാ കാര്യത്തിലും ഇടപെടാനായിട്ട് വഴി ഒരുക്കുക. അതിന്റെ ഒരു കാരണം കൂടി പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവർ പരിഹരിക്കാൻ കാര്യമുണ്ട്. നമ്മൾ ഇന്ന് വിരൽത്തുമ്പിലാണ് ലോകം. കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ നടക്കുന്ന വരാറുണ്ട്. 10-50 കൊല്ലം ഇപ്പൊ വരുന്നുണ്ട്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. മൂത്ത മോന് ജോലി വന്നു. പിന്നെ എന്റെ കീഴ്പ്പാട് ഞാൻ വന്നിട്ട് 10-30 വർഷത്തോളമായി. സ്ഥിരം അനുഗ്രഹങ്ങളുണ്ട്. ഇഷ്ടംപോലെ അനുഗ്രഹമുണ്ട്. ഞങ്ങൾ വടക്കൻപറവൂർ ചെട്ടിക്കാട് സെന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രത്തിൽ ആഘോഷകരമായ ഊട്ടുതിരുന്നാൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാനാജാതി മതസ്ഥരായ നിരവധി ആളുകളാണ് വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഈ ഒരു ഊട്ടുതിരുന്നാളിൽ പങ്കെടുക്കുവാനായി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. വലിയ ടെൻഷനൊന്നുമില്ല, നന്നായിട്ടെല്ലാം നടക്കുന്നുണ്ട്. എല്ലാം ഓക്കെയാണ്. ഇന്നിപ്പോൾ 1 ലക്ഷം പേര് നമ്മൾ പ്രതീക്ഷിക്കുന്നു പറഞ്ഞ 1 ലക്ഷം പേർക്ക് ഭക്ഷണം റെഡിയാക്കി നമ്മൾ കാത്തിരിക്കുകയാണ്. രാത്രി എത്ര വൈകിട്ടാണെങ്കിലും ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാനായിട്ട് നമ്മൾ റെഡിയാണ്. അതിലിപ്പോൾ 10:15 പിതാവ് വന്ന് വെഞ്ചരിച്ച് കൊടുത്തു തുടങ്ങി. ഇനി വൈകിട്ട് എപ്പോൾ വന്നാലും നമ്മൾ ഏതാണ്ട് കാത്തു നിൽക്കും. അപ്പോൾ ജോലി കഴിഞ്ഞിട്ട് ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ എത്തിയാലും 11 മണി 12 മണി വരെയും ഇവിടെ തയ്യാറാണ്. നമ്മളുണ്ടാകും. അതിനനുസരിച്ച് കൃത്യമായിട്ട് വിളമ്പി കൊടുക്കാൻ പോലും കൃത്യമായിട്ട് യൂണിറ്റുകളുടെ അടിസ്ഥാനത്തിൽ തിരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ രാത്രി ഇരിക്കുകയെന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ ആദ്യം ഭക്ഷണം വിളമ്പി കൊടുത്തത് തന്നെ ഇടുക്കി ഭാഗത്തു നിന്നുള്ള ഒരു ഫാമിലിക്കാണ്. കാലിന് തുടങ്ങിയതാണ്. ഇപ്പോൾ പിതാവിൻ്റെ കുർബാന നടക്കുന്നു. ഇനി അങ്ങോട്ടേക്ക് 1 മണിക്കൂർ ഇടവിട്ട് കുർബാനകൾ വൈകിട്ട് വരെ ഉണ്ടാകും. സാധാരണ സമയം ഉണ്ട്. നമുക്ക് 3 മണിക്കുണ്ട്, 5 മണിക്കുണ്ട്, 6:30 ഉണ്ട്. എല്ലാ ചൊവ്വാഴ്ചകളിലുള്ളതാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് ഇന്ന് ഇടയ്ക്ക് വെച്ചിട്ട് 1:30 കയറിയിട്ടുണ്ട് ഒരു കുർബാന. അത് കഴിഞ്ഞിട്ട് വൈകിട്ടാണെങ്കിലും 7:30, 8:30, 9:30 മിക്കവാറും ലാസ്റ്റ് ആൾക്കാരുടെ വരവനുസരിച്ച് നമുക്ക് വലിയൊരു അനുഭവമാണ് പുണ്യവാന്റെ ഒരു സാന്നിധ്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ 1-2 പേര് എൻ്റെ അടുത്ത് വന്നിട്ട് വ്യക്തിപരമായിട്ടൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഒരാൾ പറഞ്ഞതാണ് ഇവിടെ വരുന്നത് ഒരു റീചാർജിങ് എക്സ്പീരിയൻസ് ആണെന്ന്. നമ്മൾ മൊബൈലൊക്കെ ചാർജ് എൻ്റെ ബുദ്ധി തന്നെ പറഞ്ഞതാണ്. മൊബൈലൊക്കെ ചാർജ് പോയി കഴിഞ്ഞാൽ ഒന്ന് റീചാർജ് ചെയ്യാൻ പറ്റും. ഇവിടെ വന്നു കഴിഞ്ഞാൽ മുന്നോട്ട് പോകാനുള്ള ഒരു ശക്തി കിട്ടുകയാണെന്ന് പറയണം, ബലം കിട്ടുകയാണെന്ന് പറയണം. അപ്പോൾ അതൊരു അനുഭവം മറ്റുള്ളവരോട് പങ്കുവയ്ക്കുമ്പോൾ വളരെ നന്നായിട്ട് എല്ലാവരും വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കേട്ട അനുഭവം. ഇപ്പോൾ ഇന്നത്തെ ഒരു സാക്ഷ്യം വലിയൊരു സാക്ഷ്യമായിട്ട് ഞാൻ കണ്ടായിരുന്നു, അതോട് വായിച്ചു. അപ്പോൾ ആ ഒരു കൊച്ചിന് വേണ്ടിയിട്ട്, ഒരു സുഖമില്ലാത്തൊരു കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടാണ്. ആരോ പറഞ്ഞു ഇവിടെ അത്ഭുതങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് കേട്ടറിഞ്ഞ് വന്നതാണ്. അപ്പോൾ അവർക്ക് അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഡോക്ടർമാർ തിരിച്ചു കിട്ടില്ല എന്ന് പറഞ്ഞ ഒരു കൊച്ചിൻ്റെ ജീവിതം തിരിച്ചു വന്നു. അത് എങ്ങനെയാലും അവർ മറ്റുള്ളവരോട് പറയും. അങ്ങനെ കേട്ടറിഞ്ഞ് കൂടുതൽ പേര് വരും. അപ്പോൾ ഓരോ വർഷം കഴിയുന്നതോറും ഇവിടെ ആൾക്കാർ കൂടിക്കൊണ്ടിരിക്കുകയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതൊരു അഭിമാനമാണ്. ഇടക്കാർക്ക് നല്ല ഈ പ്രദേശത്തുള്ളവരൊക്കെ തന്നെ പറയുന്നത് ചെട്ടിക്കാട് ഞങ്ങളുടെ ഒരു നാനാജാതി മതസ്ഥർ, ചെട്ടിക്കാട് ഞങ്ങളുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണെന്നാണ് അഭിമാനമായിട്ട് അവർ കണക്കാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഏറ്റവും ഭംഗിയാക്കാനായിട്ട് ഇടവക്കാർ ഒന്നിച്ച് മുന്നിട്ടിറങ്ങും. കാരണം ഇവിടെ വരുന്ന എല്ലാവർക്കും ചിട്ടയോടുകൂടി ഭക്ഷണം കഴിച്ച് പ്രാർത്ഥിച്ച് തിരിച്ചു പോകണം. അതാണ് ഇവിടെ നമ്മൾ ബാഡ്ജിട്ട നമ്മുടെ എല്ലാവരും കൃത്യമായിട്ട് തന്നെ എല്ലാം ചെയ്യുന്നത്. അവർ നേരത്തെ തുടങ്ങിയിട്ട് 2 മാസം മുമ്പോടേക്ക് കമ്മിറ്റികളെടുത്ത് ഇതിന് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കി ഈ വരേണ്ട ആൾക്കാരും ഇവിടെ സഹായിക്കേണ്ടവരും പന്തൽ, ഇലക്ട്രിസിറ്റി, അല്ലെങ്കിൽ പാചകം, എല്ലാത്തിൻ്റെയും കാര്യങ്ങൾ നേരത്തെ തന്നെ സെറ്റ് ചെയ്യും. അപ്പോൾ ഇടവക്കാർ ഒന്നിച്ചുള്ളൊരു കൂട്ടായ്മയിലുള്ള പ്രവർത്തനം ഏറ്റവും വിജയപ്രദമാക്കുക. അതിലുപരിയായിട്ട് സന്തോഷത്തോടെ സമാധാനത്തോടെയും ആൾക്കാർ വന്ന് തിരിച്ചു പോവുക. ആ ഒരു സാഹചര്യം ഒരുക്കാൻ എല്ലാവരും ഒരുമിച്ചുണ്ട്.